Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തിയോടുകൂടി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളുള്ളത് എന്നതും കൂടുതൽ ആരാധനാകർമ്മങ്ങൾ കൊണ്ട് സജീവമായി ഈ ദിവസങ്ങളെ ധന്യമാക്കണം എന്നതും ആമുഖമായി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവചരിത്രങ്ങളിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ആലോചന, പരിശുദ്ധ ഖുർആന് നമ്മൾ ഓരോ ആയത്തുകൾ വായിക്കുമ്പോൾ, പ്രവാചകന്മാരെ പറ്റി പറയുമ്പോൾ, ഭൂരിപക്ഷം പ്രവാചകന്മാരെ പറ്റി പറയുന്നിടത്തും അവരുടെ പേരാണ്, അവരുടെ നാമമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി പറയുമ്പോൾ അവിടെ ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ കുടുംബവും എന്ന് അള്ളാഹു പ്രത്യേകമായി പറയുന്നതായിട്ട് കാണാം. ഇന്നല്ലാഹ ഇസ്തഫ ആദമ. നമ്മളെ പ്രയോഗം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം. അള്ളാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ തെരഞ്ഞെടുത്തു. വനൂഹൻ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയും തെരഞ്ഞെടുത്തു. വ ആല ഇബ്രാഹിം, ഇബ്രാഹീമിനെ തെരഞ്ഞെടുത്തു. അല്ല, ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും അള്ളാഹു തെരഞ്ഞെടുത്തു. ഇബ്രാഹിം നബിയെയും കുടുംബത്തെയും എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ മക്കളായ ഇസ്മായിൽ അലിഹിസ്സലാത്തു വസ്സലാമും ഇസ്ഹാഖ് അലിഹിസ്സലാത്തു വസ്സലാമും അടക്കം ഭാര്യമാരടക്കമുള്ള കുടുംബത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു, ഫഖദ് ആതൈന ആല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കുടുംബത്തിന്, നമ്മൾ ഈ പറയും മനസ്സിലുണ്ടാകണം, മക്കൾക്കടക്കമുള്ള കുടുംബത്തിന് ഞാൻ നൽകി. അൽ കിതാബ, വേദഗ്രന്ഥം, വൽ ഹിക്മത്ത, ദൈവീകമായ ജ്ഞാനം, വ ആതൈനാഹും മുൽക്കൻ അളീമ, ഏറ്റവും പവിത്രമായ അധികാരവും സ്ഥാനവും ഞാൻ അവർക്ക് നൽകി. ഇവിടെ ഒരൊറ്റ വാചകത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം പറയുമ്പോൾ മക്കളെക്കുറിച്ച് അള്ളാഹു പ്രത്യേകമായി പറയുന്നു. ആ മക്കൾ കൂടി നമ്മൾക്ക് മാതൃകയാണ് എന്ന് അള്ളാഹു നമ്മളെ കൊണ്ട് ഖുർആനിലൂടെ തന്നെ ഓർമ്മപ്പെടുത്തുകയും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, എങ്ങനെയാണ്
ഇബ്രാഹിം എന്ന ഈ ധീരനായ പ്രവാചകൻ, ആ നാട്ടിലെ നബി, അവിടെയുള്ള ഭരണാധികാരികളോട് ആദർശത്തിന് വേണ്ടി പടവെട്ടിയ ധീരയോദ്ധാവ്, അത്രയും അതിനേക്കാൾ പറഞ്ഞാൽ ഒരിക്കൽ പോലും തീരാത്ത സവിശേഷതകളുള്ള ആ വലിയ വ്യക്തിത്വം എങ്ങനെയാണ് തന്റെ മക്കളെ ലോകത്തിന് മാതൃകയുള്ള മക്കളാക്കി എങ്ങനെ മാറ്റിയെടുത്തു? ഇതിലാണ് നമ്മൾക്കുള്ള ഗുണപാഠം. നമ്മൾ വാപ്പാരും ഉമ്മാരുമാണ്, ഞാനടക്കം നമ്മൾ വാപ്പാരും ഉമ്മാരാണ്. നമ്മുടെ മക്കൾ ഇസ്മായിലിനെ പോലെ, ഇസഹാക്കിനെ പോലെ അലൈഹിമുസ്സലാത്തു വസ്സലാം, അവരെ പോലെ എല്ലാവർക്കും ഉപകാരമുള്ള, അള്ളാഹുവിന് പ്രിയപ്പെട്ട, നമ്മൾക്ക് പ്രിയപ്പെട്ട നല്ല മക്കളാകണം നമ്മുടെ കുട്ടികളൊക്കെ. അവരുടെ പേരെന്തായിക്കോട്ടെ, പക്ഷെ അതൊക്കെ നമ്മൾ ഇവരെ പോലെ ആകണം എന്ന് ആഗ്രഹിക്കണവരാണ്. ആ ആഗ്രഹിക്കുന്ന നമ്മുടെ മുന്നിൽ അള്ള പറയാണ്, നമ്മളെ വിളിച്ചോണ്ട് അള്ള പറയാണ്, വിശ്വാസികളെ, ഇബ്രാഹിം എന്ന വാപ്പ കുട്ടിനെ വളർത്തിയ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ വളർത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ ഇസ്മായിലിനെ കാണാൻ കഴിയും, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണാൻ കഴിയും. ആ വളർത്തുന്നതും ആ കാഴ്ചപ്പാടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും നമ്മൾ നമ്മുടെ മക്കളിലൂടെ, ഇനി ഒരു വേള നമ്മുടെ മക്കൾ മുതിർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരമക്കളിലൂടെ നമ്മൾ ഇത് ഇസ്ലാമികമായി നടപ്പിലാക്കിയാൽ മതി. അതിലൊന്നാമത്തേത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടികൾക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ്. ഇത് ഞാൻ ഓരോന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് ആലോചിക്കുവാനും അടുത്തതായിട്ടെങ്കിലും തിരുത്തുവാനും, അല്ലെങ്കിൽ അതുപോലെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തുടർന്ന് ജീവിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന വളരെ ഹൃദ്യസ്ഥമാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന റബ്ബി ഹബലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ നീ എനിക്കൊരു നല്ല കുട്ടിയെ നൽകണമേ. ഈ പ്രാർത്ഥനയിൽ 2-3 കാര്യമുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്ന വിവാഹം കഴിഞ്ഞവരും മക്കൾ ഉണ്ടായവരും ഇപ്പോൾ വിവാഹം കഴിഞ്ഞവരുമായ ഒക്കെ ആളുകൾ, അല്ലെങ്കിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരൊക്കെ, നമ്മൾ എപ്പോഴാണ് സഹോദരങ്ങളെ സത്യസന്ധമായി ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ എപ്പോഴാ പ്രാർത്ഥിക്കല്? നമ്മൾ ആലോചിക്കുക, നമ്മൾ എപ്പോഴാ പ്രാർത്ഥിക്കല്? നമ്മൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ടായി, നമ്മൾ പരിശ്രമിക്കുന്നു, പരിശ്രമിച്ചിട്ട് ചിലപ്പോൾ വൈകുന്നു, അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ട് പിന്നീട് നഷ്ടപ്പെടുന്നു, പരിശ്രമിച്ചിട്ട് നമ്മൾ വിചാരിച്ച സമയത്ത് ആകാതിരിക്കുന്നു. അപ്പോൾ മുതൽ നമ്മൾ പ്രാർത്ഥന തുടങ്ങുന്നു. അപ്പോൾ മുതലാണ് ഞാനും നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുന്നത്. പടച്ചോനെ എനിക്ക് കുട്ടിയെ നൽകണമേ എന്ന് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. എപ്പോഴറിയോ? നമ്മൾ കുട്ടിയെ ആഗ്രഹിക്കുമ്പോഴല്ല, പിന്നെയോ ശ്രമിച്ചിട്ട് നടക്കാതെ വരികയോ ശ്രമിച്ചിട്ട് ആകാതിരിക്കുകയോ നമ്മൾ വിചാരിച്ച സമയത്ത് സംഭവിക്കാതിരിക്കുകയോ ചെയ്യുമ്പം നമ്മുടെ മനസ്സ് പടക്കാൻ തുടങ്ങും, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. രണ്ടാമത്തേത്, നമ്മൾ ആലോചിക്കേണ്ടത് ആ പ്രാർത്ഥന തന്നെ എങ്ങനെയാ പ്രാർത്ഥിക്കറിയോ? പടച്ചോനെ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിക്കാല് കണ്ടാ മതി. പടച്ചോനെ എന്റെ തറവാട്ടിലെ ഭൂരിപക്ഷ ആൾക്കാർക്ക് പെൺകുട്ടിയാണ്, ഞങ്ങളൊക്കെ ആഗ്രഹം ആൺകുട്ടിയാണെന്നാണ്, ആൺകുട്ടി ആകണം നാഥാ. അതിനൊന്നും തെറ്റില്ല കേട്ടോ, നമ്മളെ ഈ പറഞ്ഞൊന്നും തെറ്റെന്നല്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥന രൂപം എങ്ങനെയാണ്? ഒരു ആൺകുട്ടിനെ തരയണമേ, ഒരു പെൺകുട്ടിനെ തരയണമേ, ഒരു കുഞ്ഞിക്കാല് കാണണമേ. നമുക്ക് കുട്ടികളില്ലാതെ ആവുമ്പം ഉമ്മാർക്കും ബാപ്പാർക്കും ബേജാറാവുമ്പം അവര് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്റെ കുട്ടിക്ക്, എന്റെ മകന്, എന്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടത് കണ്ടിട്ട് മരിച്ചാൽ മതിയേനും പടച്ചോനെ അതുവരെയുള്ള ദീർഘായുസ് നൽകണമേ. ഇതൊന്നുമല്ല ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കണ എപ്പോഴാണ്? കുട്ടികൾക്ക് വേണ്ടി. ഇതിൽ നമുക്ക് ഗുണപാടുണ്ട്. കല്യാണം കഴിഞ്ഞോരെ നമ്മൾ ഇവിടെ നിന്നാണ് പ്രാർത്ഥന കണ്ടി. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കുന്ന ആ സെക്കൻഡ് മുതൽ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ എനിക്കൊരു നല്ല കുട്ടിയെ തരയണമേ. ശ്രമിച്ചിട്ട് നടക്കാതാവുമ്പോഴല്ല, ആഗ്രഹിക്കുന്ന അപ്പോൾ മുതൽ അള്ളാഹുവിനെ തേടണം. പടച്ചോനെ നീ എനിക്കൊരു കുട്ടിയെ തരണം, അല്ല നീ ഒരു നല്ല കുട്ടിയെ തരണമേ. നല്ല കുട്ടി, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, പടച്ചോനെ എനിക്ക് തരുന്ന നീ എനിക്ക് നൽകുന്ന കുട്ടി പടച്ചോനെ നിനക്ക് ഇഷ്ടപ്പെടുന്ന കുട്ടിയാകണം, ആരാധന നിർവഹിക്കുന്ന കുട്ടിയാകണം, തഖ്വയുള്ള കുട്ടിയാകണം, പടച്ചോനെ സൂക്ഷിക്കുന്ന കുട്ടിയാകണം. അള്ളാഹുവേ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് കൺകുളിർമ നൽകുന്ന കുട്ടിയാകണമേ. അങ്ങനെ ഒരു കുട്ടിനെ പടച്ചോനെ നീ എനിക്ക് തന്നാ മതി. ആ പ്രാർത്ഥനക്ക് അള്ള നൽകുന്ന ഉത്തരം തരച്ചോങ്ങളെ, ഫബശ്ശർനാഹു, നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ബി ഗുലാമിൻ, ഒരു കുട്ടിയെ. നിർത്തിയില്ല, ഹലീം, ക്ഷമിക്കുന്ന നല്ല സ്വഭാവമുള്ള, പടച്ചോനെ സൂക്ഷിക്കുന്ന
ആളുകൾക്കും മറ്റുള്ളവർക്കും മാതാപിതാക്കൾക്കും നന്മ ചെയ്യുന്ന നല്ല കുട്ടിയെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്കുത്തരമായി നൽകി. ഏത് പ്രാർത്ഥനക്ക്? നല്ല കുട്ടിയെ നൽകണമേ എന്ന പ്രാർത്ഥനക്ക് നല്ല കുട്ടിയെ പടച്ചവൻ നൽകി. ഇതാണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടി. നമ്മുടെ കുട്ടികൾ നന്നാകാൻ എങ്ങനെങ്കിലും ഒരു കുട്ടിയെ തന്നാ മതിയേനും പഠിച്ചോനെ 4-5 കൊല്ലായിലെ അല്ല നാഥാ, നീ എനിക്ക് നൽകുന്ന കുട്ടിയെ നിനക്കിഷ്ടപ്പെട്ട കുട്ടിയാക്കി നീ മാറ്റി തീർക്കണമേ, അങ്ങനെ ഒരു കുട്ടിയെയാണ് നാഥാ നീ എനിക്ക് നൽകേണ്ടത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥനന്റെ കുറവുകൊണ്ടാ സോങ്ങളെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്തു, കുട്ടിയാളുണ്ടായി. എന്നിട്ട് എന്തായി? എന്തുണ്ടായി? നമ്മുടെ ജീവിതം എന്തുണ്ടായി? നമ്മൾ പട്ടിണി കിടന്നത് ആലോചിച്ച് അവർക്ക് വേണ്ടി പട്ടിണിയില്ലാതെ ജീവിപ്പിക്കാൻ തുടങ്ങി. നമുക്ക് അന്നത്തെ കാലത്ത് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാലോചിച്ച് ഫീസ് വാങ്ങി കടം വാങ്ങി പഠിപ്പിക്കാൻ പറ്റുന്നിടത്തൊക്കെ പഠിപ്പിച്ചു. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്കന്ന് പണിത്തിരക്കൊണ്ട് എവിടേക്കും പോകാൻ കഴിഞ്ഞില്ല, ഓലിയും കൊണ്ട് പോകുക. നമുക്ക് നല്ല പോലെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല, അവനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക, എല്ലാം നമ്മൾ ചെയ്തു. എന്നിട്ട് എന്തായി? എല്ലാവരല്ല, എന്നിട്ട് എന്തായി? സന്തോഷം ഉണ്ടായോ? ആത്മാർത്ഥമായിട്ട് പറയൂ. ഞാനും 3 കുട്ടികളെ വാപ്പിയാണ്. നമുക്ക് സന്തോഷം ഉണ്ടായോ? ആനന്ദം ഉണ്ടായോ? നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ടു, അവരൊക്കെ ഉമ്മ വെച്ചാലും ടൂർ ഉണ്ടായാലും ബിരിയാണി വാങ്ങിക്കൊടുത്താലും കട്ടപ്പാടില്ലാതെ വളർത്തിയാലും ആ കുട്ടികൾക്ക് സ്നേഹവും ഇഷ്ടവും കാരുണ്യമൊക്കെ കൂടുതലുണ്ടാവും. നമ്മുടെ അനുഭവം എന്താ കൂട്ടരെ? നമ്മുടെ അനുഭവം എത്ര കല്യാണ സദസ്സുകളിൽ നമ്മൾ പോയിട്ട് ആ നാട്ടിലെ പ്രമുഖരായ ബാപ്പാരുമാര് മക്കളെ കഷ്ടപ്പെടുത്തി ഗൾഫ് നാട്ടിൽ പോയി വെയില് കൊണ്ട് പട്ടിണി കിടന്ന് ദാമ്പത്യം പോലും താൽക്കാലികമായി ഉപേക്ഷിച്ച് എത്രയോ വാപ്പാരുമാരും കല്യാണത്തിനന്ന് മുഖം കാണ വിവർണമായി നിൽക്കണ്. സ്വന്തം കുട്ടിനെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ട സങ്കടമല്ല, പിന്നെയോ നമ്മൾ പോയി കൈകൊടുത്ത് എന്താക്കാം മുഖത്തൊരു സങ്കടം എന്ന് പറയുമ്പം അഭിമാനം കൊണ്ട് ആളുകൾക്കിടയിൽ നിന്നും മാറിക്കൊണ്ടുപോയി സ്വന്തം കുട്ടിയുടെ കല്യാണത്തിൽ നിന്ന് നമ്മൾ അണച്ചു ചേർത്ത് പിടിച്ച് വിതുങ്ങിപ്പൊട്ടിക്കരയുന്ന എത്ര വാപ്പാരുമാരും മൗലവി നിർബന്ധിച്ചിട്ടേ ഇഷ്ടല്ലാതെ തൂങ്ങിച്ചാകുന്നു പറഞ്ഞിട്ടേ മാനം കെടുത്തുന്ന് പറഞ്ഞിട്ടേ ഒരു മനസ്സിനൊരു സന്തോഷം പോലില്ലാതെ നിർവാഹമില്ലാതെ നടത്തിക്കൊടുക്കാൻ മൗലവി കല്യാണം. എന്താ കാട്ടണം ഇങ്ങനെയൊക്കെ മക്കളുണ്ടായാൽ? സഹോദരങ്ങളെ, എന്തേ കാരണം? നമ്മൾ കുട്ടികളെ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ കുട്ടികളെ ചോദിച്ചത് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ മക്കളോടെങ്കിലും ഉമ്മാരെ ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കും. ചോദിക്കേണ്ടത് അള്ളാഹിനോട് നല്ല കുട്ടിനെയാണ്. കുട്ടിനെവിടെ എല്ലാവർക്കും കിട്ടും, കുട്ടിനെവിടെ എല്ലാവർക്കും കിട്ടും. സഹോദരങ്ങളെ, മഹാഭൂരിപക്ഷത്തിൽ അള്ളാഹ് കുട്ടികളെ കൊടുക്കും. പരീക്ഷണാർത്ഥം ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ അല്ലാണ്ട് ചോദിക്കേണ്ട പഠിച്ചോനെ ഇന്റെ കുട്ടി വളർന്നു വലുതാകുമ്പം എനിക്കും ദുനിയാവിനും പരലോകത്ത് എനിക്ക് ശുപാർശ പറയും നല്ല മക്കളാകണം. എത്ര രക്ഷിതാക്കൾ സോങ്ങളെ സങ്കടം കൊണ്ടാ പറയണ്. വന്നിട്ട് മൗലവി ഇസ്ലാമിൽ അനുവാദമുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ എന്നോ ആത്മഹത്യ ചെയ്തിനി. ഇവരെ നോക്കി മാനം കെട്ട് 10, 45, 50 കൊല്ലം മഹലിൽ ജീവിച്ചിട്ട് ആൾക്കാരിനെ ബഹുമാനിക്കുന്നിടത്തുനിന്ന് ഇന്റെ മകൻ ലഹരിക്കടിമപ്പെട്ട് ഗുണ്ടായി അങ്ങാടി കൂടെ ഇങ്ങനെ തുണി അഴിച്ചിട്ട് ട്രൗസറും ഇങ്ങനെ നടക്കുമ്പോഴേ ജീവിക്കാൻ ഇഷ്ടല്ല മോലി ഒരു ദിവസം കൂടി അങ്ങാടിക്ക് പോകാൻ. ഞാൻ പള്ളിക്കൊക്കെ പോകുമ്പോഴേ ഇന്റെ മകൻ അപ്പുറത്ത് കൂടെ ട്രൗസറും ഇങ്ങനെ നടക്കുക. ഞാനിവിടെ ക്ലാസ്സിന് പോകുമ്പോഴേ ഇന്റെ മകൻ ആൾക്കാർക്ക് സാധനം വാങ്ങിക്കൊടുക്കാനും അത് ബാക്കി കിട്ടുന്ന പൈസ കൊണ്ട് വലിച്ചാണ്ട് നടക്കുക. ഇന്റെ മകൻ ഓട്ടോറിക്ഷയിൽ ബാക്കിയുള്ളവർക്ക് സാധനം ക്യൂ നിന്നിട്ട് വാങ്ങിക്കൊടുത്ത് അതിന്റെ കമ്മീഷൻ പറ്റി ജീവിക്കുക. ആത്മഹത്യ ഇസ്ലാമുണ്ടെങ്കിൽ ഞാൻ എന്നോ മരിച്ചിരുന്നു. സഹോദരങ്ങളെ കുറ്റപ്പെടുത്തല്ല, പക്ഷെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണ്ടേ? ഇബ്രാഹിം ഇവിടെ ചരിത്രം എന്തിനാ പറഞ്ഞു തരുന്നത്? ഇസ്മായിലിനെ പോലെ ഇസഹാക്കിനെ പോലെ അലൈഹിമുസ്സലാത്തു വസ്സലാം നല്ല മക്കളാകണമെങ്കിൽ നമ്മുടെ മക്കൾ നല്ലവരാകാൻ വേണ്ടി പടച്ചോണ്ട് തേടണം. നല്ല കുട്ടിനെ നാഥ നൽകണം. അതിൽ ആൺകുട്ടി ഉണ്ടായിക്കോട്ടെ പെൺകുട്ടി ഉണ്ടായിക്കോട്ടെ, ആൺകുട്ടിക്ക് ആഗ്രഹമുണ്ടോ പ്രാർത്ഥിക്കാം. പക്ഷെ നല്ല ആൺകുട്ടിയെ നൽകണമേ, നല്ല പെൺകുട്ടിയെ നൽകണമേ. ഇനി പടച്ചോനെ നിനക്ക് ഇഷ്ടപ്പെട്ടതാണ് നൽകുന്നതെങ്കിലും നല്ലവരാക്കണമേ. അതാ പ്രാർത്ഥന. അവിടം മുതലാണ് തുടങ്ങേണ്ടത്. സഹോദരങ്ങളെ, ആ പ്രാർത്ഥനക്ക് അല്ലാഹു സമ്മാനമായി കൊടുത്ത മക്കളാണവർ. നമുക്കറിയാം ഇസ്മായിലിനെയും ഇസഹാക്കിനെയും. പക്ഷെ ആ മക്കളെ കിട്ടി. ശരി, മക്കളെ കിട്ടിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ചിന്തിച്ച്, ഞാൻ ഇങ്ങനെയാണോ ചിന്തിച്ചതെന്ന് ചോദിക്കുന്നത് നമ്മൾ അങ്ങനെ ചിന്തിക്കണോണ്ടാണ്. മക്കളൊക്കെയായി ഇനിയാണ് വളർന്നോളും, ഇൻഷാ അല്ലാഹ് ഇനി എവിടെയെങ്കിലും കേടുപാട് തട്ടുമ്പം അപ്പം നമുക്ക് നോക്കാം. അങ്ങനെയാണോ സോങ്ങളെ ഇബ്രാഹിം നബി വളർത്തിയേ? ഇന്റെ കുട്ടികൾ വളർന്നോളും, വീടുണ്ടല്ലോ, സൗകര്യം ഉണ്ടല്ലോ, പൈസ ഉണ്ടല്ലോ, കാറുണ്ടല്ലോ, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടല്ലോ, വളർന്നോളും. എപ്പോഴെങ്കിലൊക്കെ തെറ്റുകുറ്റങ്ങൾ വരുമ്പോ അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെയാണോ സോങ്ങള് വളർന്ന്? അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുന്നത്.
നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് കിട്ടോ, പറഞ്ഞേക്കൂല. പിന്നെ കാണുന്ന 4-5 ദിവസം 2 മാസം കഴിഞ്ഞിട്ട് ഓനെ കഞ്ചാവ് കേസ് പിടിക്കും, സ്കൂളിൽ നിന്ന് പിടിക്കും, കോളേജിൽ നിന്ന് പിടിക്കും. അന്ന് വരും കിട്ടും. വന്നിട്ട് മൗലവി വയനാടോ എറണാകുളത്തോ കേരളത്തിന് പുറത്തോ 10 ദിവസം വെക്കേഷനിൽ ക്യാമ്പുള്ള എത്ര പൈസ ആയിക്കോട്ടെ ഓനെ നമുക്കൊന്ന് പറഞ്ഞേക്കണം, ശരിയാക്കിയെടുക്കണം. എത്ര പൈസ നോക്കണ്ട, ദൂരം നോക്കണ്ട, ഓൻ കുറച്ച് പഠിക്കട്ടെ. അപ്പൊ നാട്ടിലുണ്ടായ ക്യാമ്പിന് എന്തേ പറഞ്ഞേക്കാഞ്ഞ്? അന്നും വഴി തെറ്റിയിട്ടില്ല. വഴി തെറ്റിയതിന് ശേഷം മാത്രം മക്കളെ കാര്യം നോക്കുക. വഴി തെറ്റിയ ശേഷം നാട്ടിൽ പെൺകുട്ടിയെ ക്ലാസ് വെക്കും, പങ്കെടുക്കൂല, തിരക്കാണ്. അന്ന് കല്യാണം ഊട്ടിക്കോക്കുണ്ട്, പറഞ്ഞേക്കൂല. ഇങ്ങോട്ടോ ഏതെങ്കിലും പ്രേമക്കേസിന് പിടിക്കും. പ്രേമക്കേസിന് പിടിച്ചാ പിന്നെ വാതിൽ കുറ്റിടലായി, ലോക്കയ്യലായി, അമ്മമാര് വന്ന് തല്ലലായി. ഇങ്ങോട്ട് വന്നിട്ട് മൗലവി കേരളത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ പുറത്തോ പെൺകുട്ടികൾക്ക് മാത്രമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ഫുള്ള് സലഫിസമുള്ള ഖുർആൻ തജ്വീദുള്ള ഏതെങ്കിലും ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞേക്കണം. 20,000 ആയിക്കോട്ടെ, പ്രശ്നമല്ല, നന്നായാ മതി. സ്വങ്ങള് വഴി തെറ്റിയ ശേഷാണോ കുട്ടികളെ നോക്കണ്ടേ? ആണോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് പ്രാർത്ഥിച്ചു, മക്കളെ കിട്ടി. ഇങ്ങോട്ട് അള്ളാണ്ട് തേടുകയാണ്, പടച്ചോനെ ഞാൻ ഓലൊപ്പുണ്ട്, ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ അവരെ ദീനിയാക്കി വളർത്തുകയാണ്. എന്നിട്ട് അള്ളാണ്ട് പ്രാർത്ഥിക്കാട്ടോ. എന്ത്? വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅബ്ദുൽ അസ്നാം. അല്ലാഹുവേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്. എന്നെ എന്റെ മക്കളും വിഗ്രഹാരാധകരിൽ നിന്ന് നീ നാഥ കാത്തുരക്ഷിക്കണമേ. തൗഹീദിന്റെ തറവാട് പള്ളിയാണിത്. തൗഹീദിന്റെ നേതാവാണ് ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി തേടിയ ഒരു പ്രാർത്ഥന ഈ മഹല്ലത്ത് എത്ര വാപ്പാര് ഞാനടക്കം ജീവിതത്തിൽ ഒരു തവണ നമ്മൾ തറവാട് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളാണ്. തൗഹീദ് നമ്മളെക്കാളും വലിയ തറവാടാണ് ഇബ്രാഹിം നബി. നമ്രൂദിന്റെ മുന്നിൽ പോയി തൗഹീദ് പറഞ്ഞ ആളാണ്. അങ്ങനെ ഒരാളുള്ളല്ലോ, ഇല്ലല്ലോ. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ വാപ്പ എറിഞ്ഞാട്ടി നാട് വിട്ടു പോകേണ്ട ആളാണ്. സ്വത്തിന്റെ പേരിൽ വാപ്പാണ്ട് തർക്കം കൂടിയതല്ല. അല്ല, 5 കൊടുത്തത്ര എനിക്ക് തന്നിട്ടില്ലല്ലോ പറഞ്ഞിട്ടല്ല. പിന്നെയോ തൗഹീദിന്റെ പേരിൽ എറിഞ്ഞാട്ടപ്പെട്ട ആളാണ്. തീക്കുണ്ഠാരത്തിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരെന്താണ്? ആദർശപിതാവ് എന്നാണ്. ആദർശപിതാവ്. ആ ആദർശപിതാവ് അള്ളാണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ അറിയോ? അള്ളാഹുവേ, ഞാൻ തൗഹീദ് പ്രസംഗിക്കുന്ന ആളാണ്, ഞാൻ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ ശിർക്കിനെതിരെ പോരാടുന്ന ആളാണ്. പക്ഷെ എന്റെ പേടി എന്താ അറിയോ? അല്ലാഹുവേ, എന്റെ കുട്ടിയാളെ അതേ വഴിയിലാക്കണം, അവരെ ശിർക്കുമായി ബന്ധിപ്പിക്കരുത്, ഇനി അവരെ ശിർക്കുമായിട്ട് ബന്ധിപ്പിക്കരുത്. നമ്മളെ മനസ്സെന്ന് ആലോചിച്ച് നോക്കി, എന്താണ് ഇബ്രാഹിമിന്റെ തേട്ടം? പടച്ചോ, എന്റെ കുട്ടി ശിർക്ക് ചെയ്യുകയാണെങ്കിൽ, നാഥ നീ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന ഒരു പാപം എന്റെ കുട്ടിയാള് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപം എന്റെ കുട്ടിയാള് ചെയ്യുകയാണെങ്കിൽ, ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ ലാഞ്ചന പോലും കിട്ടാത്തൊരു കുറ്റം എന്റെ കുട്ടിയാള് ചെയ്യുകയാണെങ്കിൽ, പിന്നെ പടച്ചോനോ കളക്ടറായിട്ടെന്താ, ഓ എഞ്ചിനീയർ ആയിട്ടെന്താ, ഓ എന്താ വെളുത്തിട്ട്, ഓനെന്താ 6 പാക്ക് ഉണ്ടായിട്ട്, ഓളെ കണ്ടിട്ട് ആൾക്കാർ മുഴുവൻ ക്യൂന്നിട്ട് എന്താ പടച്ചോനെ കാര്യം? ഒരു കാര്യമല്ല. ലോകത്തെ ഏറ്റവും വലിയ നന്മ ശിർക്ക് ചെയ്യാതെ എന്റെ കുട്ടി ജീവിക്കുക. അതിന്റെ കൂടെ പഠനം ഉണ്ടാകട്ടെ, അതിന്റെ കൂടെ അവൻ കായികപരമായ മേഖലയിൽ ഉണ്ടാകട്ടെ, അതിന്റെ കൂടെ പൊതുപ്രവർത്തനം ഉണ്ടാകട്ടെ. പക്ഷെ ശിർക്ക് ചെയ്യാത്ത കുട്ടിയാകണം എന്റെ കുട്ടി. നമ്മൾ നെഞ്ചത്ത് കൈവച്ചാലേക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി എത്രയൊക്കെ പ്രാർത്ഥന, സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു സംശയമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വാപ്പാരന്മാര്, ഞാനും ബാപ്പയാണല്ലോ, നമുക്കറിയല്ലോ നമ്മുടെ പ്രാർത്ഥനയിലെ 70% നമ്മളെ മക്കളായിട്ട് ബന്ധപ്പെട്ട കാര്യക്കാരം. കെട്ടിക്കാത്ത മക്കളതാണെങ്കിൽ അത്, കെട്ടിച്ചതാണെങ്കിൽ അവിടുത്തത്, ഗൾഫത്തതാണെങ്കിൽ അവിടുത്തത്, രോഗമുള്ളതാണ് രോഗം, ജോലി, അവരുടെ ജീവിതത്തിലെ കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, ആരോഗ്യങ്ങൾ, പേരക്കുട്ടി, എവിടെങ്കിലും അല്ലാഹുവേ, എന്നിന്റെ മക്കളെയും കബറിങ്ങ പോയി കുമ്പിട്ട് തിരിച്ചു വരുന്ന ഒരു കൗമാക്കിയിട്ട് എന്റെ തലമുറയിൽ ഒരു കുട്ടിയും പടച്ചോനെ മാറ്റരുത്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ തേടിക്കണോ? ഏലസ് വൈക്കല്ലും കെട്ടാത്തൊരു തലമുറ എന്നിലൂടെ പടച്ചോനെ ഉണ്ടാകണം. ഒരിക്കലും ഏലസ് കെട്ടുന്ന ഒരു കുടുംബം, ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോകുന്നൊരു കുടുംബം, അല്ലല്ലാത്ത ബാക്കിയുള്ളവരെ അദൃശ്യമായി അഭൗതികമായി ഭയപ്പെടുന്ന ഒരു കൗമ് ഇന്റെ കുടുംബത്തിൽ ഉണ്ടാകരുത്, ഇന്റെ മക്കൾ ഉണ്ടാകരുത്. അത് മാത്രം പടച്ചോനെ ജീവിതത്തിൽ സംഭവിക്കരുത്. ബാക്കി എന്ത് പരീക്ഷണം വന്നാലും എന്ന് നമ്മുടെ ജീവിതത്തിൽ കൊതിച്ചുകണോ? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണേ, ഇല്ലാത്തിന്റെ ഫലം എന്താ അറിയോ? തൗഹീദി തറവാട്ടിൽ ശിർക്ക് അറിഞ്ഞും അറിയാതെയും കയറിപ്പറ്റിയത് പോലും നമ്മൾ അറിഞ്ഞില്ല. നമുക്ക് നമ്മളോട് ആള് വന്നിട്ട് പറയണം,
അല്ലല്ലാത്തവരെ വിളിക്കടാ. ഞാൻ വിളിക്കണ വാപ്പാടും ഉമ്മാടും ബോധ്യത്തില പറഞ്ഞു, അല്ലല്ലാത്തവരെ വിളിക്കടാ. നമ്മളെന്താ പറയാ? വിളിക്കൂലടാ. വിളിച്ചിട്ടില്ലെങ്കിൽ വെടിയാണ് വെക്കും. വെച്ചടാ വെടി, എന്നാലും വിളിക്കൂല. ജീവനോടെ കുഴിച്ചട മൂടിക്കോ, എന്നാലും വിളിക്കൂല. അനെ മരിച്ച ഷഹീദാണ്. പടച്ചോനല്ലാത്ത ഒരു മനുഷ്യനും ദുനിയാവില് അള്ളാഹു അല്ലാത്ത ആരാധന ഭാഗമേ വിളിക്കൂല. അതിന്റെ പേരിൽ കുത്തി നൊറുക്കിയാലും ഷഹീദനാകുന്നല്ലാതെ വിളിക്കൂല. നിങ്ങൾ നോക്കി, നമ്മളെ മക്കളെ നിർത്തി നിങ്ങൾ ചോദിച്ചു നോക്കോണ്ടി അതേ വർത്താനം പറയോ നോക്കി. നമ്മുടെ യുവാക്കളിലെ പെൺകുട്ടികളിൽ പ്രത്യേകിച്ചും കയ്യുമ്മലോ കാലുമ്മലോ ഒക്കെ കാണും ഓരോ കറുത്ത ചരട്. നമ്മളെ കുട്ടികളോട്ട് പറഞ്ഞ് പുറത്ത് താലായിരിക്കണം, കോളേജിൽ പഠിക്കണോടെ കറുത്ത ചരട്, ചില ആൾക്കാരുടെ കയ്യുമ്മ ചരട്. എന്താണ് ചരടുമായി നമ്മുടെ നാട്ടിലുള്ള വിശ്വാസം? എന്താ? അവരുടെ അവിടെ കട്ടെ, നമ്മുടെ കുട്ടികളുടെ അവിടെ കട്ടെ. ചരടുമായി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലെ വിശ്വാസം എന്താണ്? ഒരു വിശ്വാസം ഒന്നാമത്തെ വിശ്വാസമാണ് മന്ത്രിച്ചൂതിയ ചരട്, ഏല സൈക്കിള്, ഇത് മുഴുവൻ ഇതുപോലെയാണ്. വിശ്വാസത്തിന്റെ ഭാഗമായി ശിർക്കാണ്. രണ്ട് നമ്മുടെ നാട്ടിൽ കറുത്ത ചരട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ഈ നാട്ടിലുള്ള സാഹിറന്മാർ കെട്ടിക്കൊടുക്കുന്നതാണ്. അവനവന്റെ ശരീരത്തിലേക്ക് വരുന്ന ഉപദ്രവങ്ങളെ തടുക്കാൻ വേണ്ടി പടച്ചവനിൽ തവക്കുലില്ലാത്തവൻ കെട്ടിക്കൊടുക്കണം. വ്യത്യസ്ത മതങ്ങളിലാണ്. ഇത് മുഴുവൻ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട, മന്ത്രവാദവുമായി ബന്ധപ്പെട്ട, കൊടിയ ശിർക്കുമായി ബന്ധപ്പെട്ട അതേ ചരട് നമ്മളെ കുട്ടികളെ കൈമ കിട്ടുന്നു. നിങ്ങൾ പോയിട്ടൊന്ന് പറഞ്ഞു നോക്കേണ്ടി, അതഴിക്കാൻ വേണ്ടി. അത് ഞങ്ങൾ ഫാഷനാണ് ആ വിശ്വാസം. എല്ലാവരും ഫാഷനാണ് ആ വിശ്വാസം എല്ലാം. ഇസ്ലാമിന്റെ നിയമം ദർശനങ്ങളെ ഇസ്ലാമിന്റെ നിയമം അറിയാൻ വേണ്ടി പറയാൻ. കള്ള് കുടിച്ചിരുന്ന സഹാബാക്കളോട് കള്ള് കുടി നിർത്തിയപ്പോ നബി പറഞ്ഞ വാക്കെന്തറിയോ? നിങ്ങൾ കുടിച്ചിരുന്ന കാലഘട്ടത്ത് ഉണങ്ങിയ ചരവ്, നമ്മളെ നാട്ടിലുണ്ടാകുന്ന ഉണങ്ങിയ ചിരങ്ങ കൊണ്ടുള്ള പാത്രത്തിലാണ് അവർ കള്ളുടിച്ചിരുന്നത്. അതിൽ നിങ്ങൾ ഇനി വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. വെള്ളം കുടിക്കരുത്, കള്ളല്ല, വെള്ളം കുടിക്കരുത്. കാരണം ഹറാമിലേക്ക് പോകുന്ന വഴിയാണ്. ഇതിന്റെ ഓർമ്മയിലേക്ക് വരും, കള്ളിന്റെ ഓർമ്മ വരും. പഴയതിലേക്ക് പോയാലോ അതിനേക്കാളും ഹറാമിനേക്കാളും ഗൗരവല്ല ശിർക്ക്. ശിർക്കുമായി താതാത്മ്യപ്പെടുന്ന ഒരു ഏരിയക്ക് പോകരുത്. നമ്മളെ കുട്ടികൾ എന്താ പറയാ? അത് ഞാൻ ഫാഷനാണ്, അത് നിർത്തൂല. നിങ്ങൾ നോക്കി, ഷിർക്കാന്ന് പറഞ്ഞ ഒഴിവാക്കൂല കേട്ടോ. ഇനി ശരിക്കാലേക്കണം. ഷിർക്കാന്ന് പറഞ്ഞ ഒഴിവാക്കൂല. അടുത്തത് ആ കുട്ടിനോട് പറഞ്ഞോണ്ടി, ആ കെട്ടിയ ഭാഗത്ത് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ട് എന്ന് 2025 മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ട് പിറ്റീസ് എടുത്ത് ഒഴിവാക്കും. എന്തേ കാരണറിയോ? രോഗത്തിന്റെ അത്ര പോലും ശിർക്ക് നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് ഗൗരവമായിട്ടില്ല. ആരാ മാറണ്ട്? വാപ്പാരെ ആരാ മാറണ്ട്? പുതിയ തലമുറ മാറി ഓലാകെ കഞ്ചാവിന് അടിമയാണ്. ആരാ മാറണ്ട്? രോഗത്തിന്റെ എത്രയോ താഴെയാണ് നമ്മുടെ കുട്ടികൾക്ക് ശിർക്ക്. എവിടെ നിന്നെങ്കിലും മന്ത്രിച്ചോതിയിട്ടുള്ള അല്ല, മന്ത്രിച്ച് കൊണ്ടുവന്നിട്ടുള്ള പായസം, ഭക്ഷണം, പാനീയം ഏതെങ്കിലും നമ്മുടെ കുട്ടികൾ കഴിക്കാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു നോക്കോണ്ടി. എടാ, അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് നേർന്ന ഭക്ഷണം, അത് പന്നിമാംസം പോലെ, രക്തം പോലെ അല്ലാഹു ഖുർആനിലൂടെ നിഷിദ്ധാക്കിയതാണ്. ചെയ്യാൻ പാടില്ല. പടച്ചോന് പകരം പടച്ചവന് മകനുണ്ട് എന്ന പേരിൽ മിഠായി കൊണ്ടുവന്നാൽ അത് സന്തോഷത്തോടുകൂടി തിരസ്കരിക്കണം. അത് കഴിക്കാൻ പാടില്ല, ബാക്കിയൊക്കെ കഴിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കോണ്ടി. നിങ്ങൾ ആലോചിക്കുക, എന്താ പറയുന്നറിയാം നമ്മളെ മക്കള്? ഫുഡുമ്മലും തൗഹീദും ശിർക്കൊക്കെയാണല്ലോ, ചോക്ലേറ്റുമ്മലും തൗഹീദും ശിർക്കുവാണല്ലോ, ഭക്ഷണത്തുമ്മലും തൗഹീദും ശിർക്കുവാണല്ലോ. എന്നാൽ അത് പറയുന്ന ആളോട് നിങ്ങൾ പറഞ്ഞു നോക്കോണ്ടി, ആ കുട്ടിനോട്, എടാ ഇത് കഴിച്ചാൽ ബ്ലഡ് ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സെക്കൻഡിൽ ഒഴിവാക്കും, തുപ്പും. എന്തേ കാരണം? ബ്ലഡ് ക്യാൻസർ പ്രശ്നമാണ്, ശിർക്ക് പ്രശ്നമല്ല. ആരെ വീട്ടിലത്? ആരെ വീട്ടത്തെ കാര്യം പറയണ്? എന്റെയും വീട്ടത്തെ കാര്യം. കഴുത്താണ് പോയാലും ശിർക്കിലേക്ക് പോകൂല എന്ന് പ്രതിജ്ഞ ചെയ്ത നമ്മുടെ വാപ്പാര് വളർത്തിയ ചോരന്റെ മക്കളാണ്. അവനാന്റെ ജീവിതത്തിൽ ഇത്ര പോകുന്ന മിഠായി കഴിക്കുന്നത് ശിർക്കാന്ന തിന്നലും രോഗാന്ന് പറഞ്ഞാൽ തുപ്പലും. മാറേണ്ടത് ഞാനുങ്ങളുമാണ്. നമ്മുടെ വളർത്തലിന്റെ രീതിയും നമ്മുടെ കാഴ്ചപ്പാടും മാറണം. കലാലയങ്ങളിലെ കുറിതൊട്ട് കുരിശൊക്കെട്ട് ബാക്കിയുള്ളവരുടെ അഗ്നിയാരാധകരുടെ വേഷവിധാനങ്ങൾ നടത്തി വ്യത്യസ്തങ്ങളായ സൂഫി ഗാനങ്ങൾ, അദ്വൈതവാദം, അനൽ ഹക്ക്, ഞാനാണ് പടച്ചോൻ എന്ന ആശയമുള്ള സൂഫി ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ, പാടിയിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയോട്, എടാ ഇത് ശിർക്കുമായിട്ട് ബന്ധപ്പെട്ട അതൊഴിവാക്കിയിട്ട് ബാക്കി എനിക്ക് നല്ലത് ചെയ്യാലോ, എത്രയോ നല്ല പരിപാടി ഉണ്ടല്ലോ
ഏതാണ് ധരിക്കുമ്പോ ഇസ്ലാം എന്ന് പുറത്തു പോകുകയാണല്ലോ, ഇതാണ് ചെയ്യുമ്പോ പാട്ടിലൊക്കെ ഇസ്ലാം നോക്കുകയാണോ? നിങ്ങൾ അവനോട് പറഞ്ഞു നോക്കോണ്ടി, ഈ ഡാൻസും ഈ പാട്ടും പാടിയാൽ നിനക്ക് കിട്ടുന്ന മാർക്കിൽ ഇന്റേണൽ മാർക്കിൽ 10ൽ 8 പോകുന്നവനോ ഞാൻ അവിടെ നിർത്തും. 8 മാർക്കിന്റെ വില പോലും അവന്റെ സ്വർഗത്തിന്റെ വിഷയത്തിലില്ല. ഇത് എവിടുന്നാ തിരുത്തണ്ടേ? വാപ്പാരന്മാരെ മരത് കേൾക്കേണ്ടത് എവിടുന്നാ തിരുത്തണ്ടേ? ഞാൻ തിരുത്താൻ വേറെ നബി വരുമോ? ഇത് വീട്ടിൽ നിന്നാ തിരുത്തണ്ടേ? അതെങ്ങനെയാ തിരുത്തല? ഇബ്രാഹിം നബിന്റെ തേട്ടായിരുന്നു മക്കളെങ്ങനെ പിടിച്ചിട്ട്, മക്കളെ അള്ളാഹുവേ ഇന്റെ മക്കളെ വിഷയത്തിൽ എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഒരു ശിർക്കയ്യാത്ത കുട്ടികളാകണമേ നാഥാൻ. നമ്മുടെ മക്കൾ ജീവിതത്തിൽ ഇങ്ങനെ കേട്ടുകണോ? വേണ്ട, നമ്മൾക്കറിയേണ്ട ഒരു ആയത്തില്ലേ, യാ ബുനയ്യ ലാ തുശ്രികു ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. അവസാനത്തെ വാക്ക ഇന്ന ശിർക ലദുൽമുൻ അലീം. ലോകത്തെ ഏറ്റവും വലിയ പാപം ശിർക്കാണ് മോനെ. അല്ലല്ലാത്തോട് പ്രാർത്ഥിക്കൽ, നേർച്ച നേരൽ, വഴിപാട് ചെയ്യൽ, സത്യം ചെയ്യൽ, ഏലസ് കെട്ടൽ, ഐക്കല് കെട്ടൽ, അദൃശ്യമായി അഭൗതികമായി അല്ലല്ലാത്തൊരു മനുഷ്യനെ പേടിക്കൽ മുഴുവൻ ശിർക്കാ മോനെ എന്ന് നമുക്കറിയാം. അതാണ് ലോകത്തെ ഏറ്റവും വലിയ പാപം. ഇത് ഖുർആനിൽ ഓതുന്നത് ആരോട് പറഞ്ഞതാ? ഒരു നബി സമുദായത്തോട് പറഞ്ഞതാ? അത് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഖുർആൻ പറഞ്ഞത് ആരറിയോ? ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ബാപ്പ മകനോട് പറഞ്ഞാണ്, യാ ബുനയ്യ മോനെ വാടാ, മോനെ വാടാ, ലാ തുശ്രിക് ബില്ലാഹ് മോനെ ശിർക്ക് ചെയ്യരുത്. നാട്ടിലെല്ലാവരും ചെയ്യും, ഈ ചെയ്യരുത്. സ്ഥാപനത്തിൽ എല്ലാവരും ചെയ്യും, നീ ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം. ക്യാൻസറിനേക്കാൾ, പട്ടിണിയേക്കാൾ, ജോലി പോകുന്നതിനേക്കാൾ, അംഗവൈകല്യം വരുന്നതിനേക്കാൾ ലോകത്തെ ഏറ്റവും വലിയ കുറ്റവും പാപവും ശിർക്കാണ് മോനെ എന്ന് പറഞ്ഞു കൊടുത്ത ബാപ്പാന്റെ കുട്ടികളാണ്. അതുകൊണ്ട് ഒരു ശിർക്കിക്ക് പോകാഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ മനസ്സിലേക്ക് വരാൻ വേണ്ടി പറയാൻ, വാപ്പാരെ നമ്മൾ മാറണം, നവന്മാരെ നമ്മൾ മാറണം. നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ദീനിയായി ജീവിക്കുമ്പോഴും നമ്മുടെ മക്കളെ ഈ ദീനിന്റെയും ഈ തൗഹീദിന്റെയും വഴിയിലേക്ക് എത്തിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തൊരു ത്യാഗം ഉണ്ടല്ലോ. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഇബ്രാഹിം, ഞാൻ നിന്നെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇബ്രാഹിം, ഞാൻ നിന്നെ പ്രവാചകനായി. എന്താ ഇബ്രാഹിം നബിയുടെ മറുപടി? വമിൻ ദുർരിയത്തി. അല്ലാഹുവേ ഇന്ന പ്രവാചകനാക്കിയോ, ഇന്റെ മക്കളെ ആക്കണം. ഇന്ന പ്രവാചകനാക്കിയോ, ഇന്റെ മക്കളെ ആക്കണം. ഇബ്രാഹിം നബി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബന വജ്അൽനാ മുസ്ലിമീന ലക് വമിൻ ദുർരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമ. അല്ലാഹുവേ നീ എന്നെ മുസ്ലിമാക്കി ജീവിപ്പിക്കണം, അങ്ങനെ മരിപ്പിക്കണം. പോരാ, ഇന്റെ കുട്ടികളെ ആക്കണം. ബാപ്പാരന്മാരെ ഒറ്റ ആശയാണ് ഇബ്രാഹിം നബി കൈമാറുന്നത്. ഞാൻ പള്ളിക്കൊക്കെ പോവുക, ഇന്റെ കുട്ടിക്ക് പള്ളിനോട് ബന്ധമില്ലാതൊക്കെ, അങ്ങനത്തെ ഒരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പള്ളിയിലുണ്ടോ, ഇന്റെ കുട്ടി ഉണ്ടാകണം. ഞാൻ തൗഹീദിലുണ്ടോ, ഇന്റെ മക്കൾ ഉണ്ടാകണം. ഞാൻ ഇസ്ലാമിക ആദർശത്തിലാണോ, ഇന്റെ കുട്ടികൾ ഉണ്ടാകണം. ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കണോലാണോ, അതുണ്ടാകണം. ഞാൻ പള്ളിക്ക് പോവുക, ഓൻ കള്ളിഷാപ്പ് പോവുക. ഞാൻ ഇവിടേക്ക് ഇസ്ലാമികമായിട്ട് സുന്നത്തും ഫർളും ബാക്കിയുള്ള കാര്യങ്ങളും പറയാ, ഓൻ അപ്പുറത്ത് പോയിട്ട് ദീനെതിരായ വർത്താനം പറയാ. ഞാൻ ഇസ്ലാമികമായ അഭിമാനം കൊള്ളുക, ഓന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ വെറുപ്പുള്ളൊരു മകനായി മാറുക. അങ്ങനത്തെ ഒരു ജീവിതം മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. അത് പിന്നീട് നമ്മൾ ഇസ്ലാമികമായ ആശയം നൽകിയിട്ടും പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അത് മക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മൾ നൽകുന്നുണ്ടോന്ന് ആലോചിക്കുക. മക്കളെ സ്കൂളുകളും കലാലയങ്ങളും ചേർക്കുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം കുട്ടിന്റെ യൂണിഫോം അടിക്കാൻ വേണ്ടി ടൈലർ ഷാപ്പ് പോയപ്പം ടൈലർ പറയട്ടോ, ഞാൻ അത്ഭുതപ്പെട്ടു. എവിടെയാണ് നമുക്ക് പഴക്കണ്? നാട്ടിലെല്ലാം ഞാനടക്കമുള്ള വാപ്പാര് പരിപാടി എന്താ അറിയോ? യുവാക്കൾ പഴക്കുക. ചോളി എവിടുന്നാണ് യുവാക്കള്? നമ്മളെ വീട്ടിൽ നിന്നല്ല ഇറങ്ങണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? മൗലവി, ഇവിടെ വരുന്ന നമ്മളെ പല ദീനി തൗഹീദുള്ള പല വാപ്പാരും മക്കളുടെ 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഡിഗ്രി ഒക്കെ എത്തിക്കണം. ഓരോ യൂണിഫോം പെൺകുട്ടികളുണ്ട് ഹാഫ് കൈ. അപ്പൊ ഞാൻ ഓരോട് ചോദിക്കാണ്, എടാ ഹാഫ് കൈ അല്ലല്ലോ, ഫുൾ കൈ അല്ലേ? ആ സ്ഥാപനത്തിൽ ഹാഫ് കൈയെ നടക്കുള്ളൂ. ഇങ്ങോട്ട് ഈ ടൈലറായ സാധാരണക്കാരനായ ഈ സാധു ചെക്കൻ അവൻ അവരോട് പറഞ്ഞാണ്, ഇന്ത്യ രാജ്യത്ത് ഏത് സ്ഥാപനത്തിലും അവനവന്റെ മതമനുസരിച്ച് യൂണിഫോം തയ്ച്ചിടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് അങ്ങോട്ട് പോയി പറയലാണ്, നോക്കി ഇങ്ങനെയാണോ എന്റെ കുട്ടി ഇതുവരെ ഇടുട്ടോ എന്ന് മാന്യമായിട്ട് പറഞ്ഞാൽ മതി. സ്ഥാപനം സമ്മതിക്കേണ്ടി വരും. അദ്ദേഹം പറയുന്നത് 5ഓ 6ഓ യൂണിഫോം ഞാൻ പറഞ്ഞിട്ട് ആ ബാപ്പിമ്മിം ഇവിടെ വെച്ചിട്ട് പുൽക്കൈയാക്കിക്കണ്. ഞാൻ ചോദിക്കണ സോങ്ങളെ, ഈ അങ്ങനെ എത്രയോ മാതാപിതാക്കൾ സ്വന്തം മക്കളുടെ യൂണിഫോം പ്രായപൂർത്തിയായിട്ട് മുക്കാ കയ്യോ പകുതി കയ്യോ അടിക്കുമ്പം ആ ബാപ്പാന്റെയും മനി ധാരണ എന്താ?
എന്താ ധാരണ? സത്യത്തിൽ എന്താ ധാരണ? അതൊക്കെ ഇസ്ലാമികമായിട്ട് ഹലാലാണ്, ഇസ്ലാം അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആണോ? അല്ലല്ലോ. ഒരു കാര്യം ഉറപ്പല്ലേ, അങ്ങനെ ധരിച്ചു വരുന്ന ഓരോ സ്റ്റെപ്പിന് ആ കുട്ടിക്കുള്ള കുറ്റത്തിന്റെ ഇരട്ടി വാപ്പാക്കുമ്മാക്കും ഉണ്ടാവുന്ന ഉറപ്പല്ലേ? ഒരു കാര്യം അതിന്റെ കൂടെ അറിയണ്ടേ. ഹാഫ് കൈ ധരിച്ചൊരു കുട്ടി സ്കൂൾ നിസ്കരിക്കോ? നിങ്ങൾ പറയും നിസ്കരിക്കാൻ സൗകര്യം നിസ്കരിക്കൂല. അപ്പൊ എന്തൊക്കെയായി? ജുമഅ അല്ല, ജമാഅത്തില്ല, അനിസ്ലാമിക വേഷം, കംപ്ലീറ്റ് ദീനിനെതിര്. എന്നിട്ട് നമ്മള് ഇങ്ങനെയൊക്കെയാണ് വളർത്തിയിട്ട് വലുതാക്കിയിട്ട് സ്ഥാപനം തെരഞ്ഞെടുക്കുമ്പോൾ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടോ അന്വേഷിക്കൂല. അവിടെ മാത്സും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഉണ്ടോ നോക്കും. അത് നോക്കാം. ഞാൻ അധ്യാപകനാണ്, പഠിക്കണമെന്ന് വാശിയുള്ള അധ്യാപകനാണ്. പഠിക്കാത്തിന്റെ പേരിൽ ശിക്ഷണത്തിന്റെ കൂടെ ശിക്ഷയും കൊടുക്കാന്ന് വാശിയുള്ള അധ്യാപകനാണ്. പക്ഷെ ഒരു കാര്യം, അതിന്റെ മുകളിലാണ് സ്വർഗം. 9ാം ക്ലാസ്സിലെ കുട്ടി നെഞ്ചുവേദന വന്ന് പെടഞ്ഞു വീണ് മരിക്കുമ്പോൾ നിസ്കരിക്കണോനാകണം. +2 പഠിക്കുന്ന കുട്ടി വീട്ടിലേക്ക് വരുന്നതിന്റെ ഇടയ്ക്ക് ആക്സിഡന്റ് പറ്റി മരിച്ചാൽ അവൾക്ക് സ്വർഗം കിട്ടാൻ കഴിയണം. അതിന് തടസ്സമാകുന്ന ഒരു ജീവിത രീതി ബാപ്പിമ്മിയും വീട്ടിൽ നിന്ന് പരിശീലിപ്പിച്ചാൽ വേഷം പ്രശ്നമല്ല, ജുമഅ പ്രശ്നമല്ല, ജമാഅത്ത് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല, നിസ്കാരം പ്രശ്നമല്ല. പഠിച്ചാ മതി, സ്വർഗുണ്ടായ മതി, കല്യാണം ഉണ്ടായ മതി, തറവാടൊക്കെ കെട്ടിച്ചാ മതി. ആ കുട്ടികൾ ഈ ലോകത്തും പരലോകത്തും നമുക്കെതിരായി വരും. ഈ ലോകത്തും പരലോകത്തും വരും. ഇബ്രാഹിം നബിന്റെ ഒറ്റ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ. ഇബ്രാഹിം നബിനോട് മകനെ, ഭാര്യനെ അള്ളാഹു ഒരു സ്ഥലത്താക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി ഈ വാചകം ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹുവിനോട് പറയാൻ, വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി, റബ്ബന, എന്റെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, ഞാൻ എന്റെ കുട്ടിയെ അള്ളാഹുവെ ഇതാ ഇവിടെ ആക്കിപ്പോരുന്നു. എവിടെ? ബിവാദിൻ, ഒരു താഴ്വരയിൽ, അവിടെ കൃഷിയില്ല, അവിടെ താഴ്താമസല്ല, അവിടെ വെള്ളല്ല, ഒന്നുമില്ലാത്തടത്താണ് ഇബ്രാഹിം നബി ഇസ്മായിലിനെയും ഹാജറ ബീവിയെയും ആക്കിപ്പോരുന്നത്. പിന്നെ എന്തേ അവിടെ ആക്കാൻ കാരണം? ഇൻദ ബൈതിക്കൽ മുഹറം, മസ്ജിദുൽ ഹറമിന്റെ പരിസരാണ്. അതുകൊണ്ട് റബ്ബനാ ലിയഖീമുസ്സലാ, അവരെ നീ നമസ്കാരം നിലനിർത്തുന്ന കുടുംബമാക്കി, കുട്ടിയാക്കി മാറ്റണം. നമ്മുടെ കുട്ടികൾ നന്നാകണമെങ്കിൽ പരിസരം അങ്ങനെ ആക്കണം, നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആകണം. അവരുടെ ജീവിതത്തിൽ വീട്ടിന്നും കുടുംബത്തിനും വിവാഹാന്വേഷണത്തിലും നമ്മൾ പറയേണ്ട മാനദണ്ഡം അറിയും. മോനെ കല്യാണം അന്വേഷിച്ചോ? തൗഹീദുള്ള കുടുംബത്തിൽ. ബാക്കിയൊക്കെ എനിക്ക് വിട്ടുന്നു. ബാപ്പാന്റെയും ഉമ്മാന്റെയും ഒറ്റ ചോദിച്ചോളൂ, തൗഹീദി കുടുംബം. മോനെ ഏത് കോഴ്സും തെരഞ്ഞെടുത്തോ? ഹറാമായ സമ്പത്ത് എത്ര ഒരു കോഴ്സല്ലാത്ത ഏതും ബാപ്പാനെ കൊണ്ട് കണ്ടു ബാപ്പ ചെയ്തു തരാം. പക്ഷെ അവിടെ ദീനിയായി ജീവിക്കാനും പറ്റണം, ഹറാമായ സമ്പത്തും ആകരുത്. മോളെ ബാപ്പാനെ കൊണ്ട് കണ്ടതും ഇസ്ലാം അംഗീകരിക്കണം, ഏത് കോഴ്സ് എടുത്തോ, പക്ഷെ അവിടെ ദീനിയായി ജീവിക്കാൻ പറ്റണം. സകല തോന്നിവാസത്തിന്റെ ഈ മടക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്ത് അവനവന്റെ വീട്ടിൽ തൗഹീദും ശിർക്കിന്റെ ഒരു കാര്യത്തിലും പങ്കെടുപ്പിക്കാതെ ഓലങ്ങനെ വളർന്ന് ഓല് ബിസിനസ്സാണ്, ഓല് +2 ആണ്, ഓല് MBBS ആണ്, ഓല് പുറത്താന്ന് പറഞ്ഞിട്ട് വലുതായി അവർക്ക് അവിടെ നിന്ന് പഠിച്ച എല്ലാ വൃത്തികേടുകളുമായി വന്ന് ആണും തമ്മിൽ കല്യാണം കഴിച്ച പ്രശ്നമല്ല, പെണ്ണും ആണും തമ്മിൽ മടിയിലിരുന്ന പ്രശ്നമല്ല, കല്യാണം കഴിക്കണ എന്നെ ഭാരാണ്, ലിവിംഗ് ടുഗദർ ആയിട്ട് ജീവിച്ച പ്രശ്നമല്ല. ഇതെല്ലാം ആയിക്കഴിഞ്ഞ് എന്തിനാ നിസ്കരിക്കണത്, എന്തിനാ നോമ്പ് നോക്കണത്? മനസ്സ് നന്നായ പോലെ അള്ളാഹ് ഹൃദയത്തിക്കല്ലേ നോക്കണത്? നിസ്കാരം എന്നൊക്കെ പറയുന്നത് ബാഹ്യമായ ചിട്ടല്ലേ? എന്തിനാ അങ്ങനെയൊക്കെ ഇസ്ലാമിന് നിർബന്ധം? ഇങ്ങനെ എല്ലാ അന്ധവിശ്വാസങ്ങളും, അധാർമിക വിശ്വാസങ്ങളും, നാസ്തിക വിശ്വാസങ്ങളും, ഫെമിനിസ്റ്റ് ചിന്താഗതികളും, ലിബറൽ ചിന്താഗതികളും ഒന്നിച്ചാണ് വന്നിട്ട് നമുക്കെതിരാകുമ്പോൾ മൗലവി കുട്ടി പഴച്ചു, ഇൻഷാ അല്ലാഹ് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി നന്നാക്കണം, അതിന് അല്ലാഹ് കൂട്ടുക്കൂല. സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ധീരമായ സ്മരണകൾ ആവേശമായി നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയായിരിക്കും നമ്മളുടെ വലിയ പെരുന്നാൾ, ബലിപെരുന്നാൾ ഇൻഷാ അല്ലാഹ്. അതുപോലെ വെള്ളിയാഴ്ചയായിരിക്കും നമ്മുടെ അറഫ നോമ്പും ഉണ്ടാവുക. ഈ ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിച്ചല്ലോ. നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട, എല്ലാവരും അറിയാൻ വേണ്ടി പറയാണ്, ഇസ്ലാമിൽ പണ്ഡിതന്മാർ റമദാനിന്റെ ആദ്യത്തെ 10 ദിവസത്തിനോട് തുലനപ്പെടുത്തിയ ഒരു 10 ദിവസത്തിലാണ് നമ്മളുള്ളത്.
റമദാനിലെ ആദ്യത്തെ 10 അതിന്റെ ശ്രേഷ്ഠതയോട് തുലനപ്പെടുത്തിയ 10 ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. പ്രവാചകൻ നമ്മളങ്ങനെ പറയാൻ കാരണം പ്രവാചകന്റെ ഹദീസാണ്. അഫ്ളലു അയ്യാമി അദ്ദുനിയാ അയ്യാമുൽ അശ്ർ. ഈ ലോകത്ത് റമദാൻ ഒഴികെ ബാക്കി അല്ലാഹ് ഉണ്ടാക്കിയ മുഴുവൻ ദിവസങ്ങൾ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 ദിവസമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ. അപ്പൊ സഹാബാക്കൾ നബിയോട് ചോദിച്ചു, നബിയെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസ്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമുൽ അശ്ർ. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുണ്ടല്ലോ, അതിനോട് പടച്ചോനുള്ള ഇഷ്ടം അറ്റമില്ലാത്ത ഇഷ്ടമാണ്, അതിനോളം മറ്റൊരു അമലുമില്ല എന്ന് പറഞ്ഞപ്പം സഹാബാക്കൾ ചോദിച്ചു, ഓൽക്കൊന്ന് ബോധ്യപ്പെടാൻ, യാ റസൂലുള്ളാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാ, അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ ഒരാള് യുദ്ധം ചെയ്യുന്നതോ? ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ഉള്ളതിൽ ഒരാൾ സുന്നത്ത് നോമ്പ് എടുക്കുകയാണ്, സ്വതക്ക കൊടുക്കുകയാണ്, ഉളുഹിയത്തിന് ഭാഗമാകുകയാണ്, കുടുംബങ്ങളെ സന്ദർശിക്കാൻ, തഹ്ലീൽ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ, നിസ്കാരത്തിന് ശേഷം 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ, ഖുർആൻ ഇതുവരെ 1 പേജ് ഓതിനെ 2 പേജ് ആക്കുകയാണ്, ഖത്തം തീർക്കണം. അങ്ങനെ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിഞ്ഞത് നമ്മളെ കൂടെയുള്ള താഴെയുള്ള ഇപ്പൊ നമ്മുടെ സ്റ്റാഫിന് നമ്മൾ ഇപ്രാവശ്യം ശമ്പളത്തിൽ 50 രൂപ, ഞാൻ ഉദാഹരണം പറയാം, 50 രൂപ ഏറെ കൊടുക്കാൻ, പുണ്യമാണ്, പാവങ്ങളാണ്, 50 രൂപ 100 രൂപ ഏറെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യാം, എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയാണ്, അവിടേക്ക് 200 രൂപയാണ്, നമ്മളെ വക 30 രൂപ ഏറെ കൊടുക്കുക, 30 രൂപയാണ്. ആ സാധുവിന് ജീവിതത്തിൽ ഏറ്റവും വലിയ ഉപകാരം ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ 10 അള്ളാഹു വലിയ പ്രതിഫലം. അതൊക്കെ ചെറിയ ചെറിയ നന്മകളാ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യണ പുണ്യം ഉണ്ടല്ലോ, ആ പുണ്യം അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയ പുണ്യം ആകുമോ നബിയെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, റസൂലുള്ളാഹിന്റെ വാക്കുണ്ടോ, വലൽ ജിഹാദ് ഫീ സബീലില്ലാ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പുണ്യാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ അമൽ ചെയ്യണം. എന്നിട്ട് നബി ഒരു കാര്യം പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ മിൻ ദാലിക ബിശൈഇൻ. ഒരാള് സ്വന്തം മനസ്സും ശരീരവും ദീനും ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ട് യുദ്ധത്തിന് പോയി, അദ്ദേഹം തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ ഷഹീദായി. ഷഹീദിന്റെ അത്രല്ല, പക്ഷേ ഇസ്ലാമിക പോരാട്ടം നടത്തുന്നവനേക്കാൾ കൂലിയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് അത് കൊണ്ടുവരണം. ഒരു ഖുതുബ കേൾക്കുന്നപ്പുറം ബിസ്മില്ലാഹ് നമ്മുടെ മനസ്സിലേക്ക് ആ സാധനം കൊണ്ടുവരണം. 10 ദിവസം ഇൻഷാ അല്ലാഹ് അതിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ കുറച്ചും കൂടി അള്ളാഹിനോടൊന്ന് കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ അള്ളാഹു ശ്രേഷ്ഠമാക്കിയ ദിവസം എന്ന് പറഞ്ഞാൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, വലയാലിൻ അശ്ർ എന്ന് അള്ളാഹ് പറഞ്ഞ സത്യം ചെയ്ത 10 ദിവസം ഇതാണ് എന്നാണ് മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെ അള്ളാഹ് സത്യം ചെയ്താൽ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അറിയും, അമലു സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹിനോട് പശ്ചാത്തപിക്കണം. പടച്ചോനെ, എന്റെ ജീവിതത്തിൽ വന്ന അബദ്ധങ്ങൾ നീ പൊറുക്കേണമേ എന്ന് എടുത്തെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. സോ നമ്മളെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ നന്മകൾ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് പരമാവധി നന്മകൾ നമ്മൾ ചെയ്യുക. ജമാഅത്ത് നഷ്ടപ്പെടാതൊക്കെ. നല്ല മഴയാണ്, മഴയത്ത് വരുന്നതിന് നല്ല കൂലിയാണ്. അതുകൊണ്ട് വരിക, അവനാണ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. ഇസ്ലാമികമായി ഖുർആൻ ഓതുക, ഒഴിഞ്ഞിക്കുന്ന സമയത്ത് ഫോൺ നോക്കിയിട്ടെങ്കിലും ഖുർആൻ ഓതുക, തക്ബീറുകൾ തഹ്ലീലുകളൊക്കെ ചൊല്ലുക. അതോടൊപ്പം ഉളുഹിയത്തിന്റെ കാര്യം പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകുക. ഈ വാചകം മാത്രം ശ്രദ്ധിക്കട്ടോ, ഉളുഹിയത്ത് കഴിവുണ്ടെങ്കിൽ ചെയ്യൽ നിർബന്ധമാണ്. കഴിവുണ്ടെങ്കിൽ ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു കന്നിന് കൂടാൻ പറ്റുമെങ്കിൽ അയാൾ ഒരു ഷെയർ അല്ല കൂടേണ്ടത്, ഒരു കന്നാണ് കൂടേണ്ടത്. എനിക്ക് 2 കന്നിന് കൂടാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു കന്നിനല്ല കൂടേണ്ടത്, 2 കന്നിനാണ് കൂടേണ്ടത്. എങ്ങനെങ്കിലും ചേർന്നിട്ട് തടി സലാമത്താക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാം. പൈസ തരുന്നോനും പടച്ചോനാണ്. ആ പൈസ എങ്ങനെ ക്രയവിക്രയം നടന്നാൽ ഭാവിയിൽ എന്താകും എന്ന് അറിയണോ പടച്ചോനാണ്. അള്ളാഹു നമ്മളെ കൊണ്ട് പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്യണം. നമ്മൾ എന്തേ പറഞ്ഞറിയോ, പടച്ചോന്റെ ഒരു ഭാഗം ഇങ്ങനെ പറയണം, ഉമ്മാരും കൂടി കേൾക്കാനാണ്, ഉമ്മാരും കൂടി കേൾക്കാനാണ്. അള്ളാഹ് നമ്മോട് പറയട്ടോ, എടാ മുഹമ്മദേ, ഫാത്തിമ, എനിക്കൊരു കന്നിനെ പറ്റുമെങ്കിൽ ചെയ്യണം, എനിക്കതിന് പൈസ തികയില്ലേ, സാരല്ല, 2 ആൾ കൂടി ചെയ്തോ, അതിൽ ഒന്നായ മതി. അതിനെനിക്ക് പ്രയാസമുണ്ടോ? 3 ആൾ കൂടി ചെയ്തോ, അതിനെനിക്ക് പ്രയാസമുണ്ടോ? 4 ആൾ കൂടി ചെയ്തോ, 4 ആളും പാടെ ചെയ്താണ്. അതിനെനിക്ക് സാമ്പത്തിക കുറച്ച് ഞെരുക്കം പ്രയാസമുണ്ട്, സാരടാ 5 ആൾ ചെയ്തോ. അതിനും പ്രയാസം ഈ 6. ഒന്നിനും നിർവാഹമല്ലേ 7 ആൾക്ക്. നിങ്ങൾ 7 ആളും പാടെ ഒരു വട്ടത്ത് കൂടിയാണ് നിങ്ങൾ കൂടിയാണെന്ന് ചെയ്യടാ. അതിന് കഴിയാതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കി, ഈ വെക്കേഷനിൽ നമ്മളിങ്ങനെ പോയ ടൂറിന്റെ പൈസ പോരെ? ഒരു കൊല്ലത്തിലൊരിക്കലല്ലേ ഇബ്രാഹിം നബി പോറ്റി വളർത്തിയ കുട്ടിന്റെ കഴുത്തിൽ വെക്കാൻ പറഞ്ഞിട്ട് അല്ലത് കുട്ടിനെ മാറ്റിയിട്ട് കന്നുകാലിനാക്കുന്ന് വിചാരിച്ചിട്ടല്ലല്ലോ കഴുത്തിൽ കത്തി വെച്ചത്.
അല്ലല്ലോ സോങ്ങളെ, അങ്ങനെ അള്ളാഹ് നമ്മോട് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. പറ്റുന്നവര് സോങ്ങളെ ഒന്ന് ചേരുക, നമ്മളെ മക്കളോട്, ഗൾഫിലൊക്കെ ഉള്ള മക്കളോടൊന്ന് കൂടിയിട്ട് ഒന്ന് റൗണ്ടായിട്ട് ഉമ്മാരോട് പറയാം. ഞാൻ സഹോദരിമാരെ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ നമുക്കത്, ഞാൻ ടീച്ചറായതുകൊണ്ട് നമുക്ക് നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ വലിയ കേസൊന്നും വീട്ടില്ലെങ്കിൽ നമ്മൾ ചേരൽ നിർബന്ധമാണ്. പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പൈസ ഉണ്ടോ പൈസ ഇല്ല, PF നോക്കിയാൽ മതി. അവനാന്റെ ജീവിതത്തിൽ പുതിയത്തിന് ചേരാൻ പൈസ ഉണ്ടോ പൈസ ഇല്ലേ എന്നൊക്കെ അവിടെ നോക്കിയാൽ കിട്ടും. ഈ നാട്ടിലത്തെ സാധാരണക്കാർ മൊത്തം ഭക്തിയും കയറി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഇവിടുത്തെ സാധാരണ കൂലിപ്പണിക്കാരൊക്കെ പോയിട്ട് ചേരുമ്പോൾ നമ്മൾ തറവാട് പൈസ ഉള്ളവരും ഉദ്യോഗസ്ഥന്മാരും അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള നമ്മളിങ്ങനെ ഒരാൾക്ക് ഒന്നിനറക്കാൻ പറ്റുമെങ്കിൽ ഒരു മാത്രം ചേർന്ന് നമ്മൾ തട്ടിപ്പ് കാണിച്ച സോങ്ങളെ പടച്ചോൻ അറിയില്ലേ. അതുകൊണ്ട് ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ സജീവമായി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ദിവസമാണ്. അമലുകൾ വർദ്ധിപ്പിക്കുക, ഉളുഹിയത്തിന്റെ ഭാഗമാകുക, അറഫ നോമ്പുകൾ നമ്മൾ നോക്കുക. 2 വർഷത്തെ കഴിഞ്ഞു വരാനുള്ളൊരു വർഷവും ഇനി വരാനുള്ളൊരു വർഷവും കഴിഞ്ഞു പോയ വർഷത്തെ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അടുത്ത വെള്ളിയാഴ്ച ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ നോമ്പുകാരായി നമ്മൾക്ക് പള്ളിയിൽ ഒരുമിച്ച് കൂടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നാഥ നീ ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ദുൽഹിജ്ജ മാസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ഫضل കൊണ്ട് നാഥ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കുകയും ഞങ്ങളുടെ പോരായ്മകൾ നീ പൊറുക്കുകയും ഭക്തിയോടുകൂടി ജീവിക്കുവാനുള്ള ഈമാനും തഖ്വയും നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബം നാഥ തൗഹീദുള്ള, ശിർക്ക് ചെയ്യാത്ത, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന നല്ല മക്കളാക്കി മാറ്റി തീർക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഈ ലോകത്ത് കൺകുളിർമയും പരലോകത്ത് ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയുന്ന നല്ല മക്കളെ നീ ഞങ്ങളെ സന്താനങ്ങളിൽ ഉണ്ടാക്കി നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നാഥ, കുടുംബപരമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കിടക്കുന്ന ആളുകൾ, കച്ചവടത്തിൽ നഷ്ടം പറ്റി അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഗൾഫ് നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ, എല്ലാവർക്കും നാഥ ഖൈറും ബർക്കത്തും ജീവിതത്തിൽ സാമ്പത്തികമായ വർധനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار